യദു, പശ്ചിമേഷ്യയെ ഭീതിപ്പെടുത്തി ഇറാനിൽ നിന്നൊരു ഡ്രോൺ അമേരിക്കൻ പടക്കപ്പലിലേക്ക് വന്നിരിക്കുകയാണ്. അത് അമേരിക്ക അടിച്ചിടുകയും ചെയ്തു. അപ്പോൾ വീണ്ടും പൂർണ്ണമായിട്ട് ഈ അമേരിക്കയുടെ കപ്പലൊക്കെ എവിടെയാണോ നിൽക്കുന്നത് അത് മനസ്സിലാക്കി ഇറാൻ കഴിഞ്ഞു എന്ന് വേണം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം അവർ തന്നെ ഓൾറെഡി പറഞ്ഞു ഈ കപ്പലുകളും എവിടേക്കാണോ സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കാര്യവിവരങ്ങളൊക്കെ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇറാൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു യുദ്ധമോ അല്ലെങ്കിൽ ഒരാക്രമണം നടക്കാൻ സാധ്യതയുണ്ടോ? അല്ല, ആക്രമണം വീണ്ടും നടന്നിട്ടുണ്ട്. അത് പല മാധ്യമങ്ങളും കൃത്യമായി അത് പറയുന്നുമുണ്ട്. അതായത് ആദ്യത്തെ ഡ്രോൺ ആക്രമിച്ച് തകർത്തു, അത് അമേരിക്ക തകർത്തു എന്നുള്ളത് സ്ഥിരീകരിച്ചു. അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്, അത് ഇറാനും സ്ഥിരീകരിച്ചു. ഒരു ഡ്രോണുമായിട്ടുള്ള കണക്ഷൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ അതല്ലാതെ അതിനോടൊപ്പം വീണ്ടും കുറച്ച് ഡ്രോണുകൾ കൂടി വിക്ഷേപിച്ചിട്ടുണ്ട്, അയച്ചിട്ടുണ്ട് എന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. ഇറാൻ ഓൾറെഡി അത് പറഞ്ഞു. അതായത് ആദ്യം ഒരു ഡ്രോൺ അയച്ചു, അത് തകർത്തു, വീണ്ടും ഞങ്ങൾ കുറച്ച് ഡ്രോൺ അയച്ചു എന്ന് പറഞ്ഞ് ഇറാൻ നിർത്തി. പക്ഷെ അതിനെന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് അമേരിക്കയ്ക്കൊന്നും പറയാനില്ല. അമേരിക്ക വലിയ ഞെട്ടലിലാണ്. കാരണം ആദ്യം പോയ ആ ഡ്രോൺ അത് ഷഹദ് സീരീസിൽപ്പെട്ടിട്ടുള്ള ഡ്രോണാണ്. ആ ഡ്രോൺ അമേരിക്ക F-35 എന്ന് പറയുന്ന അവരുടെ ഏറ്റവും മികച്ച ഒരു യുദ്ധവിമാനം ഉപയോഗിച്ചാണ് അടിച്ചിരുന്നത്. അത് അടിച്ചിട്ടതിന് ശേഷം അമേരിക്ക ഡ്രോണുകളിൽ നടത്തിയ പരിശോധനയിൽ അതുവഴി തങ്ങളുടെ കപ്പലുകളുടെ ഈ കപ്പലിൻ്റെ യുദ്ധക്കപ്പലിൻ്റെ പ്രധാനപ്പെട്ട USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലിൻ്റെയും ഒപ്പം അനുബന്ധമായി വന്നിട്ടുള്ള കപ്പലുകളുടെയും പല വിവരങ്ങളും ഈ ഡ്രോൺ ചോർത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. അത് അമേരിക്കയെ സംബന്ധിച്ച് ഞെട്ടലുളവാക്കുന്ന കാര്യമാണ്. അതായത് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സ്പൈ ഏജൻസിയുള്ള ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ ഇസ്രായേൽ, മൊസാദ് നമുക്കറിയാം. അതൊക്കെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചാരസംഘടനകൾ എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. അവർക്ക് ഏത് രാജ്യത്തിൻ്റെയും ഉള്ളറകളിലേക്ക് കടന്നെല്ലാം അവിടുത്തെ വിവരങ്ങൾ ശേഖരിക്കാം, അതെടുത്ത് അവർക്ക് ഉപയോഗിക്കാം, അതൊക്കെ സാധിക്കും. പക്ഷേ ഇവിടെ ഇറാൻ അതിനെ അട്ടിമറിച്ചിരിക്കുകയാണ്. അതായത് അവരുടെ ഏജൻസികൾക്ക് ഇറാനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇറാനെ എങ്ങനെ ആക്രമിക്കണമെന്നൊരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഇറാൻ്റെ ഏത് ഭാഗത്താണ് ഖാംനെയി ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് അവിടെ ഭരണം നടത്തുന്നത് എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. അത് അമേരിക്കനെ സമ്മതിച്ചിട്ടുണ്ട്. ഖാംനെയി എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ ആക്രമിക്കാത്തത് എന്നൊരു ഘട്ടത്തിൽ ട്രംപ് പറഞ്ഞിരുന്നു ഈ അടുത്ത്. പക്ഷേ അതേസമയം തന്നെ ഖാംനെയി എവിടെയാണ് ഉള്ളതെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ആക്രമിക്കാതിരിക്കുകയാണെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അമേരിക്കയ്ക്ക് ആക്രമണത്തിലൊരു ഒരു ഒരു മേൽക്കൈ ഉണ്ടാകുമെന്ന് ഉറപ്പില്ലാഞ്ഞിട്ടാണ് അവർ ആക്രമിക്കാത്തത്. പിന്നെ പ്രത്യാക്രമണം രൂക്ഷമായിരിക്കും. അതായത് ഇറാനെ തകർക്കുന്ന വിധത്തിലൊരു ആക്രമണം നടന്നെങ്കിൽ മാത്രമാണ് അമേരിക്കയ്ക്ക് നിലനിൽക്കാൻ കഴിയൂ. അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് തിരിച്ചടി കിട്ടും, ഇസ്രായേലിനും കിട്ടും. അതുകൊണ്ടാണ് അവരങ്ങനെ പമ്മി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഇറാൻ മേൽക്കൈ നേടി, ഇറാൻ ആക്രമണം നടത്തി, ഈ ഡ്രോൺ അയച്ചു, ഡ്രോൺ വെടിവെച്ചിട്ടു. അപ്പോൾ കുറേ രഹസ്യങ്ങൾ കിട്ടി. അതായത് അമേരിക്കയുടെ രഹസ്യങ്ങൾ അവർ ചോർത്തിയതായിട്ട് കിട്ടി. അപ്പോൾ ഇനി കുറേ അധികം ഡ്രോണുകൾ വിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഈ ഡ്രോണുകൾ എവിടെ പോയി എന്നുള്ളതാണ് ചോദ്യം. കൂടുതൽ ഡ്രോണുകൾ അയക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അമേരിക്കയുടെ രഹസ്യങ്ങൾ ചോർത്തുക, അതായത് ഈ കപ്പലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രഹസ്യങ്ങൾ ചോർത്തുക. ഒരുപക്ഷെ ഈ കപ്പലിലുള്ള സൈനികരെ സംബന്ധിച്ച വിവരങ്ങളാണോ, ഇനി അതിനകത്തുള്ള വിമാനങ്ങളുടെ സവിശേഷതകളെക്കുറിച്ചാണോ, ഇനിയല്ല കപ്പലുകൾ മുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ഉണ്ടാക്കുന്നതിനുള്ള റൂട്ട് കണ്ടെത്തുന്നതിനാണോ, എന്തിനാണ് ഈ കൂടുതൽ ഡ്രോണുകൾ വിക്ഷേപിച്ചതെന്നത് സംബന്ധിച്ച് ഇപ്പോഴും വലിയ ആശയക്കുഴപ്പം അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ട് അമേരിക്ക ഒന്നും പറയാത്തത്. കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് തുർക്കിയിൽ വെച്ച് ഒരു ചർച്ച നടത്താനാണ് അമേരിക്ക ഇറാൻ ഒരുങ്ങുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. ഇത് പശ്ചിമേഷ്യയെ എത്രത്തോളം ഭീതിപ്പെടുത്തുന്നുണ്ട്? പശ്ചിമേഷ്യയെ ഭീതിപ്പെടുത്തുന്നുണ്ട്. കാര്യം ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പതിയെ പതിയെ യുദ്ധത്തിലേക്ക് പോകാൻ വലിയ സമയമൊന്നും വേണ്ട. ട്രംപ് വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു നേതാവാണ്. പലപ്പോഴും അദ്ദേഹത്തെ വികാരങ്ങളാണ് നയിക്കുന്നത്. വിചാരങ്ങളെക്കാൾ കൂടുതൽ സ്വന്തം ബുദ്ധിയേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ വെളിപാടുകളാണ് അദ്ദേഹത്തെ നയിക്കുന്നത്. അപ്പോൾ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകും അമേരിക്കയുടെ യശസ്സിന് കളങ്കമേറ്റു എന്ന് ട്രംപിന് തോന്നുന്ന നിമിഷം വേണമെങ്കിൽ പ്രത്യാക്രമണം എന്ന നിലയിൽ ഇറാൻ്റെ ചില ആയുധപ്പുരകളിലേക്കൊക്കെ വേണ്ടി വന്നാൽ ആക്രമണം നടത്താൻ ട്രംപിന് മടിയൊന്നുമില്ല, അത് ചെയ്യാൻ സാധിക്കും. പിന്നെ അത് കൈവിട്ട് പോകുന്നുള്ളത് കൊണ്ടാണ് ട്രംപ് ആയാലും അടങ്ങിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, യുദ്ധത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഒരു കരാറിൽ ഒപ്പിടുകയാണെന്ന നിലയിലേക്ക് ട്രംപ് എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കഴിഞ്ഞ ജൂണിൽ നമുക്കറിയാം ഇറാനിലേക്ക് ഒരു വലിയ ആക്രമണം നടന്നു. അന്ന് ഗുരുതരമായ ഇൻ്റലിജൻസ് വീഴ്ചയുണ്ടായതായിട്ട് ഇറാൻ മനസ്സിലായിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് പല പദ്ധതികളും തങ്ങൾക്കെതിരെ ചെയ്യുന്നതായിട്ടും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇറാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിനുശേഷം വലിയ തോതിൽ അമേരിക്കയെ സർവൈലൻസ് ചെയ്തു, അമേരിക്കയെ റഡാറിനുള്ളിലാക്കി. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളൊക്കെ ഇറാൻ്റെ റഡാറിലാണ്.
അപ്പോൾ ഇന്ന് ആ ഡ്രോൺ അവിടെ കൊണ്ടുപോയി അമേരിക്കയ്ക്ക് പൊട്ടിക്കാൻ ഉതകുന്ന വിധത്തിൽ വെച്ച് കൊടുത്തു. ഇപ്പോൾ ഡ്രോൺ പൊട്ടിച്ചാൽ ഇറാനെ സംബന്ധിച്ച് 10-20,000 രൂപയുടെ ചിലവേ ഉള്ളൂ. അത് പൊട്ടിക്കാൻ അമേരിക്കയ്ക്ക് ലക്ഷങ്ങളുടെ ചിലവുണ്ട്. അതാണ് ഇറാനെ സംബന്ധിച്ചുള്ള ഒരു അഡ്വാൻറ്റേജ്. തദ്ദേശീയമായി ഉണ്ടാക്കുന്ന ആ ഡ്രോണുകൾ അവിടെ വരെ പറത്തിക്കാൻ ഇറാനെ സംബന്ധിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് ഇത് ചിലവേറിയ ഏർപ്പാടാണ്. അത്തരത്തിലും ഇറാൻ അമേരിക്കയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രോണുകളിൽ ഇത്രയധികം രഹസ്യങ്ങൾ ഉണ്ട് എന്ന് അമേരിക്കയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇറാൻ ബോധപൂർവം നടത്തിയിട്ടുള്ള ഒരു ഡ്രോൺ ആക്രമണ ശ്രമമായിട്ട് വേണം ഇതിനെ കാണാൻ. പെട്ടെന്ന് അതുകൊണ്ടാണോ ഈ ഒരു ആക്രമണം യാതൊരു മുന്നറിയിപ്പില്ലാതെ? അതായത് അമേരിക്ക ഇനിയും ഇവിടെ കിടന്ന് കറങ്ങണ്ട എന്നുള്ള സന്ദേശം തന്നെയാണ്. അതായത് നിങ്ങൾ ഇവിടെ നിൽക്കും തോറും നിങ്ങളുടെ സുരക്ഷ അപകടത്തിലാണ്. ഞങ്ങളുടെ ഡ്രോണുകൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയില്ല. ഇതൊരു സാമ്പിളാണ്. അതിൽ ചിലപ്പോൾ ആ കപ്പലിനുള്ളിൽ നടക്കുന്ന വയർലെസ് മെസ്സേജുകൾ ചോർത്തുന്നുണ്ടാവാം, അവരുടെ സംഭാഷണങ്ങൾ ചോർത്തുന്നുണ്ടാവാം, അവരുടെ റൂട്ട് മാപ്പ് ചോർത്തുന്നുണ്ടാവാം, അവരുടെ ഇനിയുള്ള പദ്ധതികൾ എന്താണെന്ന് ഇറാൻ എടുത്തിട്ടുണ്ടാകാം. ഇനി ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തലങ്ങൾ അത് എവിടങ്ങളിലൊക്കെയാണ്, അവിടെയൊക്കെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ഈ കപ്പൽ വഴി ഇറാൻ എടുക്കുന്നുണ്ടാകാം. അതിൽ കുറച്ച് മാത്രമാണ് ഇപ്പോൾ ഇറാൻ പുറത്ത് വിട്ടിരിക്കുന്നത്. പക്ഷേ ഇത്രയും പുറത്ത് വിട്ടപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് അത് ഞെട്ടലാണ്. കാരണം അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന, അമേരിക്കയുടെ പ്രതിരോധ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പടക്കപ്പലിനുള്ളിൽ നിന്നാണ് ഒരു ചെറിയ ഡ്രോൺ വളരെ ചെറിയൊരു ഡ്രോൺ ഉപയോഗിച്ചിട്ട് ഇറാൻ ഇത് മുഴുവൻ ചോർത്തിയത്. അപ്പോൾ ഇത് അമേരിക്കയ്ക്ക് സെക്യൂരിറ്റി അവയർനെസ്, അമേരിക്കയുടെ സുരക്ഷിതത്വ ബോധം തന്നെ ഇല്ലാതാവുകയാണ്. അതായത് ഇറാനെപ്പോലൊരു രാജ്യം ഞങ്ങളുടെ മുഴുവൻ സാമഗ്രികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരു കപ്പലിൻ്റെ അടുത്ത് വന്നിട്ട് എടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ എന്തൊക്കെ എടുത്തിട്ടുണ്ടാകും, ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കും, എന്തിനൊക്കെ വേണ്ടി ഇവരിത് ഉപയോഗിക്കും, എന്തൊക്കെ തരത്തിൽ ഈ തിരിച്ചടി കിട്ടും, ട്രംപിന് ഒരു പിടിപാടും ഉണ്ടാവില്ല. അത്തരത്തിലൊരു വലിയ സൂചനയാണ് ഇറാൻ നൽകിയത്. വെറും ഒരു ഡ്രോണിങ്ങിന് ഈ മറ്റേ കപ്പലിൻ്റെ മുകളിൽ കൊണ്ടിട്ട് പറത്തിയ പരിപാടിയല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ട്രംപിനെ ഞങ്ങൾ വളയുകയാണ്, അല്ലെങ്കിൽ അമേരിക്കയെ ഞങ്ങളുടെ സർവൈലൻസിലാക്കി എന്ന് ഒരു ആധിപത്യം സ്ഥാപിക്കലല്ല. അതൊക്കെയുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നിങ്ങൾ ഇനിയും ഇവിടെ നിൽക്കുന്ന ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറും നിങ്ങൾക്ക് വലിയ ദോഷമായിരിക്കും. നിങ്ങളുടെ കൂടുതൽ രഹസ്യങ്ങളിലേക്ക്, അതിൻ്റെ ഉള്ളറകളിലേക്ക് ഞങ്ങൾ കടക്കും. ഈ അമേരിക്കയുടെ സൈനിക വിന്യാസത്തിൻ്റെ ഘടനയടക്കം ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്തെങ്കിലും പ്രതികരണം നടത്തിയിരുന്നോ? ട്രംപ് നിലവിൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ നടത്തിയതായിട്ടില്ല. ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നമുക്ക് കാണാവുന്നൊരു കാര്യം, ട്രംപ് നിശബ്ദത പാലിക്കുകയാണ്. ട്രംപ് ഇപ്പോഴും ആ ആണവ കരാറിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്ന വിധത്തിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ മറ്റൊരു ഇടപെടലും ട്രംപിൻ്റെ ഭാഗത്തില്ല. കാരണം ട്രംപ് വളരെയധികം താഴേക്ക് പോയി, പ്രതിരോധത്തിലായി. ഉണ്ടായിരുന്ന ആ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു ഗർവോ അഹങ്കാരമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇപ്പോൾ പോകുമെന്ന തരത്തിലുള്ള ട്രെൻഡോ ഒക്കെ വിട്ടു. അതെല്ലാം അവസാനിപ്പിച്ചു. അദ്ദേഹം ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ കരാറിലൊന്ന് ഒപ്പിടിക്കണം ഇറാനെ കൊണ്ട്, അത് അമേരിക്കയുടെ ജയമായിട്ട് ലോകത്തോട് പറയണം എന്നുള്ളതാണ്. ഇപ്പോൾ ശരിക്കും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഈ ട്രംപിൻ്റെ അടിയാധാരം വരെ എടുത്തു വയ്ക്കാനുള്ള കപ്പാസിറ്റി ഇറാൻ ഉണ്ട് എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കേണ്ടത്. എന്ന് മാത്രമല്ല, പടക്കപ്പലുകളെ ഇനിയും അവിടെ ഇടാതെ എത്രയും വേഗം എടുത്തുകൊണ്ട് പൊക്കോ എന്നുള്ള സന്ദേശം ഇറാൻ നൽകുമ്പോൾ അമേരിക്ക വലിയ ആശയക്കുഴപ്പത്തിലേക്ക് പോവുകയാണ്. വിവരങ്ങൾ ചോർത്തുന്നതിനപ്പുറം ഈ പടക്കപ്പലുകളെയൊക്കെ തകർക്കാനും, അല്ലെങ്കിൽ ഇനി അമേരിക്കയിൽ ബാക്കിയുള്ള പടക്കപ്പലുകളുടെയൊക്കെ ഘടന മനസ്സിലാക്കാനും, ഇതിൻ്റെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതിരോധ മാർഗങ്ങൾ തീർക്കാനും ഒക്കെ അടക്കം ഒരു പഠന ഉപകരണമായിട്ട്, അല്ലെങ്കിൽ യുദ്ധമേഖലയിലെ ഒരു വലിയ സ്റ്റഡി മെറ്റീരിയലായിട്ട് ഈ USS എബ്രഹാം ലിങ്കൻ്റെ മുഴുവൻ വിവരങ്ങളും ഇറാന് കിട്ടുകയാണെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരിക്കും പറഞ്ഞാൽ അമേരിക്ക അങ്ങോട്ട് ഈ കപ്പൽ കൊണ്ട് കൊടുത്തത് ഇറാന് വലിയ അനുഗ്രഹമായി. ഇതിനെക്കുറിച്ചൊക്കെ ഘടനയും കാര്യങ്ങളൊക്കെ കൃത്യമായി, കാരണം അമേരിക്കയുടെ ഡിഫൻസ് മെറ്റീരിയലിനെ കുറിച്ച് വലിയ ധാരണകൾ പുറത്തേക്ക് പോകില്ല. അത് തീർത്തും രഹസ്യമായിരിക്കും. എന്ന് മാത്രമല്ല, അവരെ സംബന്ധിച്ച് അവർ അതിൻ്റേതായ ഒരു രഹസ്യ സ്വഭാവത്തിലാണ് ഇത് കൈകാര്യം ചെയ്യുക. ഇപ്പം അമേരിക്കയുടെ പ്രതിരോധ മാർഗ്ഗങ്ങളായിട്ടുള്ള, ഇപ്പോൾ ഇസ്രായേൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള താഡ് എന്ന് പറയുന്നൊരു മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റം അമേരിക്കയിൽ നിന്ന് സൈനികർ പോയിട്ട് അവിടെ ചെന്നിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ സാങ്കേതികവിദ്യ അങ്ങോട്ട് കൈമാറുകയല്ല. അപ്പോൾ അമേരിക്കയുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള, അമേരിക്കയുടേതായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, യുദ്ധ സാമഗ്രികൾക്കൊക്കെ ഒരു സ്വകാര്യതയുണ്ട്, ഒരു രഹസ്യ സ്വഭാവമുണ്ട്. അത് ഇറാൻ ഇപ്പോൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ തോതിൽ തിരിച്ചടിയാകും എന്നുള്ളതാണ്, അമേരിക്കയ്ക്ക് തിരിച്ചടിയാകും എന്നുള്ള ഭീതി അവർക്കുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം.